സോ അപ്പോ നമ്മുടെ കൂടെ ഞാനുണ്ട്, എന്റെ വൈഫ് മീനാക്ഷി ഉണ്ട്, പിന്നെ അമലുണ്ട്, അമലിന്റെ വൈഫ് സ്നേഹയുണ്ട്, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ആൻസി ഉണ്ട്. അപ്പോ ഞങ്ങളൊരു 3 ദിവസത്തെ ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ജോലിയുടെ ഭാഗവും അതിന്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് നമ്മളത് 2 ദിവസത്തേക്കായിട്ടൊക്കെ മാറ്റി. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുമ്പം ഒന്ന് ഗോഗിയൻപാറ, പിന്നെ കൂബ്, ഈ രണ്ടിടത്തുള്ള പള്ളികള്, അതിന്റെ നല്ല നാച്ചുറൽ ബ്യൂട്ടീസ് ഒക്കെ ഉള്ള നല്ലൊരു എസ്തെറ്റിക് ആയിട്ടുള്ള ഇവര് ട്രിപ്പിലുടനീളം ഇവരിങ്ങനെയായിരുന്നു. ഇത്ര നേരം അപ്പൊ കണ്ടോ ഞാൻ അയർലൻഡിലെ ഈസ്റ്ററിന് എത്തിയതേ ഉള്ളൂ ഗൈസ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. കൂമ്പല്ല കോപെന്നാ പറയുന്നത്, കൂമ്പെന്നൊക്കെയാ പറയുന്നത്. ഇവിടെ ഈ നടുക്കിരിക്കുന്ന കുട്ടി ആദ്യമേ കോർക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പരിചയം കൂടുതൽ കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. കൂമ്പക്കി കൂമ്പ്. ഗോഗിയൻപാറ. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ബീച്ചിലൊക്കെ പോയി. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വരും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആൻസിക്ക് ഇന്നലെ രാത്രി മീനാക്ഷിക്ക് ഹെഡേക്ക് ആയിട്ട് മൈഗ്രെയിൻ വന്ന് വയ്യാണ്ടായപ്പോഴത്തേനും മീനാക്ഷിയുടെ സ്നേഹമാണ് ഹസ്ബൻഡ് ഫയർ അലാം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മളിവിടെ പുതിയ ആളാ. അപ്പൊ നമുക്കറിയത്തില്ല. നമ്മള് സ്വിച്ച് അമക്കി ഗ്ലാസ് പൊട്ടി ഫയർ അലാം അടിച്ചു. പക്ഷെ സ്നേഹമുള്ള ഞങ്ങളെ ജോണപ്പച്ചൻ ഒരു കുഴപ്പമില്ലാതെ ചിരിച്ചോണ്ട് വന്ന് ശരിയാക്കി തന്നു. അതാണ് ഞങ്ങളുടെ ജോണപ്പച്ചൻ. ജോണപ്പച്ചൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റ്, നമ്മുടെ സ്റ്റേക്കേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോർക്കിലോട്ടൊക്കെ വരികയാണെങ്കിൽ ആ സ്റ്റേക്കേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിന്റെ ഒരു ഇതായിട്ട് നല്ലൊരു അടിപൊളി സിംഗിൾ മാൾട്ട് വിസ്കി ഗിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മാനം കാത്തിട്ടുണ്ട്. മലയാളീസിന്റെ മാനം നമ്മൾ കാത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇപ്പം നമ്മുടെ ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്റ്റേക്കേഷനെത്തി. ഇതാണ് എൻട്രൻസ്. നേരെ കാണുമ്പോൾ തന്നെ പ്ലേ ഏരിയയ്ക്ക് ടേബിൾ ടെന്നീസ് ഉണ്ട്, ബില്ലിയാർഡ്സ് ഉണ്ട്, പിന്നെ ടേബിൾ സോക്കർ ഉണ്ട്. ഈ വഴിയാണ് നമ്മുടെ റൂംസിലോട്ട് പോകുന്ന വഴി. അതാണ് ഇത് നമ്മുടെ വാഷ് ഏരിയ, ഷവറിങ്ങും മറ്റു കാര്യങ്ങളും. അടിപൊളി സംഭവം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ റൂംസിലോട്ട് പോകാം. ഞങ്ങൾ BNB ആപ്പ് യൂസ് ചെയ്തെടുത്ത സ്റ്റേക്കേഷനാണ്. ക്ലോണാക്കിൽറ്റി ഗ്ലാമ്പിങ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ശരിക്കും ഒരു ഫാം ഹൗസ് പോലത്തെ പരിപാടിയാണ്. ഇവിടെ തന്നെയാണ് ഹോസ്റ്റിൻ്റെ ഒരു വലിയ വീടുണ്ട് അവർക്ക്. ഒരു ഫാം ഹൗസ് ആണെന്ന് തോന്നുന്നു. കാറ്റൽ ഫാമിങ്ങാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് അതിലോട്ടൊക്കെ കിടക്കാം. ഇത് ഈ കാണുന്ന ഹട്ട് പോലത്തെയാണ് ഇവിടുത്തെ സ്റ്റേ ഏരിയ. ഒരു 3-4 കാണും അതിനകത്ത്. ഇന്ന് ഞങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. ഇത് വരുന്ന പുള്ളിക്കാരിയാണ് ഇതിലെ ഹോസ്റ്റലിലെ ഒരാൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോയിലെ ജോണപ്പച്ചൻ്റെ വൈഫ്. പുള്ളിക്കാരുടെ പേര് ഞാനാ മറന്നു. അപ്പം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുണ്ട്. നല്ലൊരു ഈക്കോ ഫ്രണ്ട്ലി ടൈപ്പ് സംഭവം. നല്ല അടിപൊളിയാണ് സംഭവം. അതെ, ടീംസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരിവിടെ എന്താ ഡിസ്കഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് കുളിക്കണമെങ്കിൽ താഴെ പോണം. അതാ കുളിക്കാത്ത കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് ബാത്റൂം ഇല്ലെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചോ ബാത്റൂം ഇല്ലല്ലോ വിചാരിച്ചു. കുളിക്കാൻ അവിടെ എല്ലാം എടുക്കുന്നുണ്ട്. ഇല്ല,
ഷവർ അല്ലേ അവിടെ പറഞ്ഞത്? ആദ്യം മറ്റേ ഒരു ഹാൻഡിക്യാപ്പിന്റെ വർഷം പത്രമുണ്ട്. അതിന്റെ കീ തന്നില്ലേ നമുക്ക്? എനിക്ക് എനിക്ക് കറക്കണം. പക്ഷെ ഞാൻ 2 ബെഡ്റൂം 6.7 കിലോമീറ്റർ നമുക്ക് പെട്ടിയെല്ലാം ഇങ്ങോട്ട് കയറ്റിട്ട് ഇറങ്ങാനില്ല. ഞങ്ങളൊന്ന് പോയി ഷോപ്പിൽ പോയിട്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പെട്ടി കയറ്റിട്ട് പോകും. നമ്മൾ ഇനിയിപ്പോ അടുത്ത് പോണില്ലല്ലോ. നിങ്ങളെന്നാ നോക്ക് വേഗം. അവിടെ നമുക്ക് ഇത് തീ കത്തിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. തേനീ ചുള്ളി കേറുന്ന അടച്ചിട്ട് തെന്നിച്ചനെ പുറത്ത് വിട്ടിട്ട് അടക്കണേ ഞാൻ ബാത്റൂം പെട്ടു. ഇത് ഓണാടാ. നീ എന്താണ് ഇത് വെള്ളമൊക്കെ ഉണ്ടോ? അത് കുത്ത് ഓണാത്. Place, yeah. We're working on it. So in the morning can we that yeah? Is it okay? Okay. I'm so excited. Yeah, I suppose maybe 8 o'clock. We come down at 8 and we'll be Okay. ready. It takes about Okay. an hour and a half altogether, like bring in the cows and get the cows out again. Okay. So, This is Ansi. Hi. She's the one to call you. Yeah. Hi, I'm Nina. Meena. Yeah. What'd you say your name? My name is Naveen. Naveen. Naveen, yeah. I'll probably ask you again. Okay. No problem. There's a walk up through the woods there, Oh, yeah. Okay. Okay. but there's cattle up there. Okay. So I'll take you up tomorrow. Oh, thank you. Maybe Thank you. Thank you you so know much. 10 o'clock or something after Yeah. breakfast. Yeah. Sure. Sure. Oh yeah. Well, you can walk up through the woods. Just don't go to the woods. Stay in the woods. Thank you. We like this place. Calm and quiet. Yeah. Yeah. Very quiet. Yeah. Well, you're on your own tonight. I think there'll be 2 more families. Yeah. Oh. Oh, do you know family stay? Okay. Tomorrow night. Tomorrow. Tomorrow night. Yeah. Today? Tonight? Just yourself. Yes, Oh. yes. Oh, it's good. Oh, that's for us. Yeah. I left some blankets as well if you Oh, need. Oh, thank you. Thank you so much. Thank you so much. We might go to the sea side. We are actually going out No. to the beach. Yeah. Yeah. Just to see. The climate is like this now, so it's okay. Always. Yeah. 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 Every ഹായ് ഗായ്സ്, നമ്മളിപ്പോ 5 പേരും കൂടെ നമ്മള് കോർക്കിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ ഇവിടെ ക്ലോണാക്കിൽറ്റി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ഒന്നും പറയാനില്ല. ഫാം ഹൗസിലാണ്. അതെ, ഭയങ്കര ക്വയറ്റ് ആണ്. ഞങ്ങൾക്ക് അവര് ഇതൊക്കെ സെറ്റ് ഒക്കെ ചെയ്ത് നല്ല ഒന്നും പറയാനില്ല. നമ്മളിപ്പോ ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങൾ. ഒരു കപ്പിളും കൂടെ ഉണ്ട് ഗൈസ്. കപ്പിൾസ് മിസ് ആയെന്ന് പറഞ്ഞത് നമ്മള് ബീച്ചിൽ പോകാൻ പോണം. ബീച്ചിന്റെ പേര് കോണി ഡോങ്കി ബീച്ച്. അല്ല, നമ്മുടെ ബീച്ചിന്റെ പേരെന്തായിരുന്നു? ഇങ്കി ഡോണി. ഇങ്കി ഡോണി ബീച്ച്. അത് അങ്ങനെയാണോ? പോങ്കിയോ ഇങ്കി ഡോണി ബീച്ച്. ഈ കുട്ടിക്കറിയാന്ന് അറിയ വരൂ. അല്ല, കണ്ണിന് ഇത്ര വെട്ടമുള്ളൂ. ഇഞ്ചിലോണിയുടെ ഫോട്ടോ എടുക്കണേ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു.
തേടും വേരുകൾ ചുവടേ നീർത്താൻ വൈകും നേരുകൾ ഇവിടെ തുലാക്കാലം കുട പോൽ നീട്ടും ചെറുകോണിൻ നിരകൾ അതിലാമും ഈ മനമാണെങ്കിൽ കളയോ കനിയോ ഇതോടെ നീ പറഞ്ഞ ഞാൻ വിറപ്പിക്കുമെന്ന്. ഈ സാധനം നാട്ടിൽ നടക്കുന്നില്ല അറിയത്തില്ല. രാവിലെ 8 മണിക്ക് വരാനാണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്കും പശുവിനെ കറന്ന് കഴിയുമെന്ന് അറിയത്തില്ല. എല്ലാ പശുവിനും അവര് കറക്കുന്നില്ലല്ലോ 8 മണിക്ക്. അറിയത്തില്ലല്ലോ, അവർ 6 മണിക്ക് തുറന്നു കാണും. 6 മണിക്ക് റെസ്റ്റിംഗ് ടൈമാ. ആർക്ക് നിനക്കോ? ഇവിടുത്തെ കൊയറ്റാവേഴ്സ് ആവട്ടെ. 11 മണി തൊട്ട് 8 മണി വരെ. അയ്യോ, ഇതെന്താ? ഇത് റാസ്ബെറി ആണോ? അല്ല, ഇത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. ബ്ലാക്ക്ബെറി അല്ല, ഇത് ബ്ലാക്ക്ബെറി ആണ്. അത് കണ്ടിട്ട് ബ്ലാക്ക്ബെറി ആയിട്ട് തോന്നിയോ? ഇത് ബ്ലാക്ക്ബെറി അയ്യോ, ഇത് ബ്ലാക്ക് കളർ ആവും. ഇത് പച്ചയാട്ടോ. ഇവിടെ കൊറേ വൈൽഡ് ബെറീസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇവിടെ പോണ പൂച്ച. ഇതാ മറ്റേ പൂച്ച കേട്ടോ, കാല് വയ്യാത്ത. എടുക്കാൻ പോയതാ. സംഭവങ്ങളും
പാല് ഇറക്കാൻ പറ്റുമോ നാൻസി ചോദിച്ചിട്ട് വരുവാണ്. എല്ലാ ദിവസവും 12 മണിക്ക് എണീച്ചുകൊണ്ടിരുന്ന നവീൻ ഇന്ന് 6:30 എണീച്ചു ഗൈസ് പാല് കറക്കാൻ. അതെ, നമ്മൾ പാല് കറക്കണമെന്നുള്ളൊരു എൻ്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നു. കേരളത്തിലോ പറ്റിയില്ല. അയർലൻഡിലെ പശുവിനെ പാല് കറക്കാം. അയർലൻഡിലെ പശുവിന്റെ കുത്തും കിട്ടും ഗൈസ്. ഗോതയിലേക്ക് ഇറങ്ങുകയായി. പരിപാടി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ എത്തിയപ്പോൾ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് പോയാൽ നടക്കത്തില്ലെന്ന് പറയത്തില്ലേ, അതുപോലെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് പോയി, പ്രത്യേകിച്ച് ഞാൻ. പക്ഷേ നേരത്തെ പാല് കറക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നാളെ വരേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ജോണപ്പച്ചൻ്റെ അടുത്ത് ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഒന്ന് ജോണപ്പച്ചൻ നമുക്ക് നാളെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നാളത്തെ പരിപാടിയൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. ഇറക്കാൻ ഉദ്ദേശിച്ചാ പോയത്, പക്ഷെ നമ്മൾ തേഞ്ഞു. പാല് കറക്കൽ തേഞ്ഞു. സംഭവം ഇവര് രാവിലെ പാല് കറക്കാനുള്ള അഭിലാഷം സാധിച്ചില്ല. കുഴപ്പമില്ല, നമ്മൾ ഈ പ്രയത്നം തുടങ്ങാം. നമ്മൾ നാളെ രാവിലെ 7:30 നമ്മളെ കറക്കാൻ സമ്മതിക്കത്തില്ല. ഫുൾ മെഷീൻസ് ആണ്. അത് അവർ നമ്മളെ കാണിച്ചു തരും, അത്രേ ഉള്ളൂ. അറിയാൻ പറ്റില്ല, ചിലപ്പോ കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞാലോ. പശുവിനെ ഒന്നും കൊല്ലരുത്. സാരമില്ല, നാളെ നോക്കാം. ഈ പറഞ്ഞ ഐലൻഡ് എന്തോ ഐലൻഡ് ഇവിടെ അവരെ ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ വരും. ഇന്ന് നമ്മളെ കാട്ടി കൊണ്ടുപോകുന്ന പറഞ്ഞു. ഹാഫ് ആൻ അവറില് നമ്മൾ ഇതിട്ട് തന്നെ പോവാനോ? സ്പൈക്ക് ഐലൻഡ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവായിരുന്നു. നമ്മുടെ അപ്പൂപ്പൻ നമുക്കൊരു സ്പോട്ട് സജസ്റ്റ് ചെയ്തു, സ്പൈക്ക് ഐലൻഡ്. ചിലപ്പോൾ നമ്മളവിടെ പോകും, അറിയത്തില്ല. ഇത് ക്ലോസാ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ പോന്നോ? പറോ ഇതില് മാളൂട്ടി ആരാ? ഇതൊരു 4-5 പേർക്ക് വരും, ചെറിയ കപ്പാണെങ്കിൽ. നമ്മുടെ അപ്പച്ചൻ ഞങ്ങളെ കാട്ടിനകത്തൂടെ നടത്തിക്കാന്ന് പറഞ്ഞു. എങ്ങോ എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. Wow. One second. Okay. One second. Thank you. Oh, electric. Oh, wow. Fox on the kurkan da irukku kurkan. Evada? Evada ya? ദേ നിൽക്കുന്നു നമ്മുടെ നേരെ. കുറുക്കൻ. യെസ്, കുറുക്കൻ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല.
Great view, John. See anything else? You didn't see anything yet. Yeah, you didn't see anything yet. Oh, that's far. അവൾ ഒരുങ്ങ അത് മുയലാടി, കുറുക്കനല്ലേ? അത് കുറുക്കലാണ്. ആ. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റൂമിൽ പോയി റെഡി ആക്കാം. പക്ഷെ അപ്പച്ചി എപ്പം ഞങ്ങളെ തിരിച്ചിറക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ ടൈം ചോദിച്ചില്ല. അതെ, ഇവിടെ 11 മണിയാണ് ഇറങ്ങി. നടന്നു വന്നവര്. സോ ഗൈസ്, ജോണപ്പച്ചൻ മെയിനായിട്ട് കാറ്റിൽ ഫാമിങ്ങാണ്. ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ കാണിച്ചു തരുന്ന ഇതെല്ലാം പുള്ളിയുടെ സ്ഥലമാണ്. Did you go to Inchydoney? ഇതിൻ്റെ അതിരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു വെച്ച് നോക്കുമ്പോഴേക്കും ഈ മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു അതിരൊക്കെയാണ് അത്. സോ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഗോഗേൻബാര അങ്ങോട്ടേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് നല്ല സീനിക് റൂട്ടൊക്കെയാണ്. ഇങ്ങനെ കുറച്ച് ഫ്രെയിംസൊക്കെ എടുത്തു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗോഗേൻബാര എത്തി. എങ്ങനെയുണ്ട് സ്ഥലം? എനിക്കിത് ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ പഴയ കമ്പ്യൂട്ടർ വിൻഡോസിൻ്റെ വാൾപേപ്പറൊക്കെ പോലെ തോന്നി. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഇതിൽ കാണുന്ന പോലെയല്ല നമ്മളവിടെ പോകുമ്പോൾ. ഫുള്ളും മലയും കുന്നും അരുവിയും അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ആ കാണുന്ന ചെറിയ ഒരു ഹട്ട് പോലെ ഇരിക്കുന്നില്ലേ, അതാണ് ഇവിടുത്തെ പള്ളി. പള്ളിക്കകത്ത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, കാരണം അവിടെ ഒരു കല്യാണം നടക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഒരു വാക്കിനൊക്കെ പറ്റിയ മൂഡാണ്. തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത്. അപ്പോൾ പള്ളിയുടെ അടുത്തെത്തിയപ്പോഴാണ് റോൾസ് റോയ്സിൻ്റെ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ ഒരു വിൻറ്റേജ് വണ്ടി കണ്ട ഉടനെ ഞാനും അമ്മനും പിന്നെ പോയി കുറച്ച് സ്നാപ്പൊക്കെ അടിച്ചു. അങ്ങനെ നടന്ന് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡൊക്കെ നല്ല വ്യൂ ആണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചിടാം. ഞങ്ങൾ അവിടെ തിരിച്ച് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കോവിലെത്തി. ഫുഡ് അടിക്കാനായിട്ട് ഞങ്ങൾ കയറി. ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും അവരുടെ ഫുഡ് സെലക്ട് ചെയ്താൽ നിൽക്കുകയാണ്. നല്ല വ്യൂ ഉള്ളൊരു ഹോളിലാണ് കിട്ടിയത്. പള്ളി കാണിച്ചിടാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് പള്ളിയിലോട്ട് പോവാം. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഉണ്ടോ, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന എൻ്റെ ഭാര്യയെ കണ്ടു. ബാക്കിൽ അമലുണ്ട്, അതിൻ്റെ ബാക്കിൽ അമലിൻ്റെ വൈഫുണ്ട്. ഇനി ഞാൻ ഞങ്ങളിങ്ങനെ പള്ളിയുടെ സൈഡിൽ കൂടെ പോവുകയാണ് കേട്ടോ.
ഇച്ചിരി നടക്കാനുണ്ട്. നടന്ന് ഇതെല്ലാം ഈ പള്ളിയുടെ ഔട്ടർ വ്യൂ ആയ സംഭവമില്ല. നോക്കിയേ, അപ്പം നോക്കിക്കേ. ഓക്കെ, ഒരിടത്തിന് ഓടിത്തണമല്ലോ. ഓക്കെ ഗായ്സ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.